ആ ഗിരീഷ, ഞാൻ വീട്ടിൽ വരെ ക്ലിയർ അല്ലേ മറ്റേ റെഡിയാണ്. ഞാൻ ഒരു 11 ആകുമ്പോൾ എത്തിച്ചേരാം. എനിക്ക് രമേശേട്ടൻ്റെ അടുത്ത് പോയിട്ട് അവിടെയാണുള്ളത്, വാങ്ങിയിട്ട് അവിടെ എത്തിച്ചേരാം. സജീവേട്ടൻ പറഞ്ഞിട്ടോ ക്ലിയർ ചെയ്യണേ. ഇന്ന് റെഡി ആക്കില്ല. രമേശ് ചേട്ടാ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണല്ലോ ഈ ഒരു എഴുത്ത്. ഇപ്പോൾ എഴുത്തൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇതൊക്കെ വായിക്കാൻ ആൾക്കാരുണ്ടോ? ഇതിൻ്റെ മൂല്യേ ലക്ഷങ്ങളും കോടികളാണ്. ഗിരീശൻ വരുന്നതിന് മുമ്പ് എഴുതി തീർക്കണം. അതല്ല ഗിരീശൻ വന്നിക്കുന്നു. രമേശേട്ടാ, ചായ എടുക്കട്ടെ ഗിരീഷ്? അയ്യോ, ചായ വേണ്ട കേട്ടോ, ഞാൻ കുടിച്ചു വന്നാണേ. നന്നായിട്ടുണ്ടല്ലോ. നിങ്ങൾ ആളൊരു ജീനിയസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എത്രയോ മുമ്പേ എഴുത്ത് തുടങ്ങണ്ടേ, എന്നാൽ അപ്പോൾ വലിയൊരു ലെവലിലെത്തി. ക്യാഷിൻ്റെ എഴുതേ? ക്യാഷിൻ്റെതേ, ഞാൻ ആ തിരുവമ്പാടിയിലൊരു മൈക്കിളേട്ടുണ്ട്, പട്ടിപ്പലിശയാണ്. 20-5 കൊടുക്കണം. അത് കൂടുതലല്ലേ? നോക്കിയിട്ട് കാര്യം, നമ്മളെ കാര്യം നടക്കട്ടെ, കൊടുക്കാമല്ലോ. ആളിപ്പോൾ ആ സ്റ്റോറിൻ്റെ അടുത്തുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. ഓക്കെ, ഞാൻ വേണ്ട കേട്ടോ. ശരി. ഹലോ, ഞാനിപ്പോൾ കുറ്റിക്കുളത്താണ്. നല്ല പാർട്ടിയാണെങ്കിലേ അഡ്വാൻസ് കൊടുത്തോളൂ. ശരി, ഓക്കെ. എവിടെയാണ് വീട്? ഇതവിടെ അടുത്ത് തന്നെയാണ്. എന്താ ചെയ്യുന്നത്? ആളൊരു എഴുത്തുകാരനാണ്. ഈ സിനിമ സീരിയലൊക്കെ ഒരുപാട് നല്ല സംവിധാനം വർക്ക് ചെയ്യുന്ന. അപ്പോൾ നമുക്കൊരു ചാൻസ് ഒക്കെ ഉണ്ടാവില്ല അഭിനയിക്കാൻ? നിങ്ങൾ അഭിനയിക്കോ? ഞാൻ അഭിനയം എന്തായാലും ചെറിയതായിട്ട് ഇങ്ങനെ അഭിനയിച്ച് നടന്നില്ല. ചാൻസ് ഞാൻ വാങ്ങിത്തരാം, അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. വരി. ആയിക്കോട്ടെ. പിന്നെ നമ്മളെ മൈക്കിളായിട്ട് ആളൊരു കലാകാരനാട്ടോ. എഴുത്തുകാരാണോ? എഴുത്തല്ല, നല്ല അഭിനയിക്കും. റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓ, അടിപൊളി. നിങ്ങൾ ചെയ്തല്ലേ? സൂപ്പർ. ഓക്കെ, ശരി. നമ്മളെ ക്യാഷിൻ്റെ കാര്യം നോക്കാം. ഗിരീശൻ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2-ാം തീയതി ഞാൻ വരും. ഓക്കെ ഓക്കെ, ശരി. ഇതെന്താ ചാൻസ് കാര്യം? എന്തപ്പോൾ ചെയ്യണം? മൈക്കിളായിട്ട് ഒന്നല്ലേ വരിക? എൻ്റെ കയ്യിലാണ് പൈസ കൊടുക്കാനില്ല. ശാന്തായിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാന്ന് എന്ത് ചെയ്യാൻ? എനിക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. എൻ്റെ വീട്ടിലേക്കല്ലേ വരിക? എന്താ രമേശ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ബഷീറിനോട് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, ഞാൻ ശരിയാക്കാം. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, നീ വരണം. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ശരിയാക്കും. പോയിട്ട് വരണേ. പിന്നെ രമേശേട്ടാ, മൈക്കിളോടെ വരുന്നുണ്ട്. മൈക്കിളോ? ഹലോ ഹലോ, ആരാ? ഞാൻ ഒന്ന് കാണാൻ വന്നായിരുന്നു. ഇവിടെ എവിടെയോ ഉണ്ട്, നിങ്ങൾ കയറിയിരിക്കും. എന്തായിരുന്നു? 25,000 രൂപ തരാണ്ടായിരുന്നു. ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ വരുമായിരിക്കും. കഥ മുഴുവനായോ? രമേശേട്ടൻ പാടില്ല. രമേശ് ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റിട്ട് ഇയാൾക്ക് ഒരു 30,000 രൂപ കൊടുക്കാണ്ട്. ഇപ്പോൾ വരുമായിരിക്കും, നിങ്ങൾ കയറിയിരിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കും, അത് കിട്ടിയിട്ട് പോയാൽ മതി. ഇന്നലെ രാത്രി തരാം. നിങ്ങൾ പൈസയ്ക്ക് കൊടുത്താണോ? ഞങ്ങൾക്ക് ലോട്ടറിൻ്റെ ബിസിനസ്സാണ്. ഞങ്ങൾ ലോട്ടറി ചെയ്ത പൈസ. അപ്പോൾ ലോട്ടറി എടുത്താണില്ലേ പണി? എൻ്റെ പൈസയും പോയില്ലേ? ഈ മനുഷ്യൻ്റെ എഴുത്ത് കാരണം ഈ വീട് നിറച്ചും കടക്കാരായിപ്പോൾ. ഇത്രയും കാലം വീട്ടിലെങ്കിൽ നിൽക്കായിരുന്നു, ഇനി അതും പറ്റില്ല. നീ അല്ലേ പറഞ്ഞ എഴുതിയാൽ രക്ഷപ്പെടുന്നു. നിങ്ങൾ എഴുതി വർക്കൗട്ട് ആവാത്ത എൻ്റെ കുറ്റമാണോ? നീ ഒന്നും മിണ്ടരുത് കേട്ടോ.